ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ALPയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ്റെ CBT 1ൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കട്ട് ഓഫ് മാർക്കുകളും ഒപ്പം തന്നെ ഇനി നമ്മൾ എടുക്കേണ്ടുന്ന, അതായത് CBT 1 ക്ലിയർ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അനുവർത്തിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ RRB പറഞ്ഞിട്ടുണ്ട്. അവയും ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ തയ്യാറെടുത്തിട്ട് ഇതിൽ ഇടം പിടിക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഗൈഡൻസ് കൂടിയാണ്. കാരണം അവർക്ക് ഇനിയും എക്സാമുകൾ റെയിൽവേയുടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളായിട്ട് അവർ മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ കണ്ടന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് റെയിൽവേ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. ഇവിടെ RRB കൃത്യമായിട്ട് പറയുന്നുണ്ട് 25/11/2024 മുതൽ 29/11/2024 വരെ നടന്ന എക്സാമുകളുടെ കാറ്റഗറി നമ്പർ 01/2024 അഗനിസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന എക്സാമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു സ്റ്റേജിലെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒട്ടും പെർമനൻ്റ് അല്ല, ഒരു എലിമിനേഷൻ മാത്രമാണ്. ഈ ഒരു എലിമിനേഷന് ശേഷം ബാക്കി വന്നവർക്ക് ഇനി എന്തുണ്ട്, CBT 2 ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇനിയും CBT 2നെ പറ്റി പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ALP കാറ്റഗറി നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റഗറി നമ്പർ 1/2024 എഗനിസ്റ്റ് ആയിട്ട് 19-20 തീയതികളിലായിട്ട് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, റിസൾട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്യന്തികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനിയും അതല്ലാതെ നിങ്ങൾക്ക് SMS മുഖേന അറിയിക്കുന്നതായിരിക്കും, ഇമെയിൽ മുഖേന അറിയിക്കുന്നതാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത എക്സാമിനേഷൻ എടുത്ത വെന്യൂ നമുക്ക് അറിയാൻ പറ്റില്ല. മറിച്ച് ഏത് സിറ്റിയിൽ വെച്ചായിരിക്കും നിങ്ങളുടെ ടയർ 2 എക്സാമിനേഷൻ, CBT ടയർ 2 എക്സാമിനേഷൻ സെലക്ടഡ് കാൻഡിഡേറ്റിന് നടക്കുന്നതെന്ന് നേരത്തെ തന്നെ അറിയുവാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അത് നിങ്ങളുടെയൊക്കെ പ്രൊഫൈലിൽ അപ്പിയർ ആവും. അപ്പം ആ ഒരു സൈറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള റെയിൽവേ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് വളരെയധികം നിർണായകമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്താൽ കാണാൻ കഴിയുന്നതാണ്. ഇതിനുള്ള ഫെസിലിറ്റി RRB നൽകിയിരിക്കുന്നത് 27/2/2025 3 മണി മുതലാണ്. 3 മണി മുതലാണ്, എന്ന് വരെ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങൾ കയറി നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ എത്ര മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി വരുന്ന റെയിൽവേ എക്സാമിനേഷനുകളിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാത്തൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിങ്ങൾക്ക് ഫോൾട്ട് പറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ഷീറ്റ് ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ കുറവാണോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ എന്നൊക്കെ വിലയിരുത്തുവാനുള്ളൊരു മാർഗം കൂടിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് വെച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും. പിന്നെ ഇതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇതിലെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ആയിരിക്കില്ല, മറിച്ച് പല എക്സാമുകളിലായിട്ട് നടന്നിരിക്കുന്ന മാർക്കുകളിലെ നോർമലൈസേഷൻ ആണെന്ന് കൂടി RRB പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സ്കോർ ഷീറ്റ് വെച്ച മാർക്ക് വെച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി RRB നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും RRBയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റുമായിട്ട് ഒത്തു നോക്കേണ്ടതുണ്ട്, എത്ര മാർക്ക് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഇനിയും റെയിൽവേ ബോർഡ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും പ്രൊഫഷണൽ മാത്രമാണ്. ഇനി ഫർദറായിട്ടുള്ള എന്ത് നടപടികൾ വരുമ്പോഴും, റെയിൽവേ ഫർദറായിട്ട് എന്ത് നിലപാടുകൾ ഇതിലെടുത്താലും ചിലപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാകാം എന്നുകൂടി പറയുന്നുണ്ട്. മാത്രവുമല്ല, സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾ സെലക്റ്റഡ് ആയാലും നിങ്ങൾക്ക് ജോലി ഒരു തരത്തിലും അഷ്യൂർ ചെയ്ത് തരുന്നില്ല എന്നുകൂടി റെയിൽവേ പറയുന്നുണ്ട്. അതിന് ശേഷമുള്ള പല ഘട്ടങ്ങൾ, നോട്ടിഫിക്കേഷൻ പറയുന്ന പല ഘട്ടങ്ങൾ ഇനി ബാക്കിയുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാൽപ്രാക്ടീസോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസോ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ റെയിൽവേ നിങ്ങൾക്ക് ജോലി നിഷേധിക്കും എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജോലിയുടെ പേരിൽ, അതായത് റെയിൽവേയിൽ ജോലി നൽകാം അല്ലെങ്കിൽ റെയിൽവേയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്ന പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി റെയിൽവേ പറയുന്നുണ്ട്. നിങ്ങൾക്ക് RRB ത്രൂ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും ഏജൻസിയോ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കുറച്ച് പൈസ തന്നാൽ നിങ്ങൾക്ക് ഈ ജോലി അഷ്വർ ചെയ്ത് തരാം എന്ന രീതിയിലൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ അതിൽ ട്രസ്റ്റ് ചെയ്യരുത് എന്ന് കൂടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ CBT 1 ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക എന്നതുകൂടി നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എന്തു തന്നെയാണെങ്കിലും RRB CBT 1 ക്ലിയർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. CBT 2 തയ്യാറെടുപ്പുകൾ ചിട്ടയായി തുടങ്ങുക. അധികം ദിവസം നമ്മുടെ
മുമ്പിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് ഒരു 20 ദിവസം മാത്രമാണ് റിസൾട്ട് വന്ന ശേഷം നമുക്ക് ഏതാണ്ട് ഒരു 20 ദിവസം മാത്രമാണ് ഇതിനായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് കട്ട് ഓഫിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് ആണ്. തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് എടുക്കുമ്പോൾ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 48.930223 എന്ന് പറയുന്ന മാർക്കാണ് ഇവിടുത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും എക്സ് സർവീസ് മാനിലേക്ക് എത്തുമ്പോൾ ആ മാർക്ക് 41.3630 എന്നായിട്ട് മാറുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ അത് 30.060446 ആയിട്ട് മാറുന്നു. എസ് ടി കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ 31.498086 എന്ന കാറ്റഗറിയിലേക്ക് മാറുന്നു. ഒ ബി സി കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ അത് 48.9067 എന്നൊരു മാർക്കിലേക്ക് മാറുകയും എക്സ് സർവീസ് മാൻ ഒ ബി സി കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 30.49377 എന്ന മാർക്കിലേക്ക് മാറുന്നു. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ കോൺടസ്റ്റിലേക്ക് എത്തുമ്പോൾ 40.09 എക്സെട്ര എന്ന് പറയുന്നൊരു മാർക്കിലേക്കും മാറുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം 48 എന്ന് പറയുന്നൊരു നല്ല മാർക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല സ്കോർ വേണം ക്ലിയർ ചെയ്യാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെന്നൈയാണ്. ഈ മാർക്കുകളൊക്കെ നോർമലൈസേഷന്റെ മാർക്കാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാളും ചിലപ്പോൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് പലർക്കും കിട്ടിയിരിക്കുന്നത്. കാരണം നോർമലൈസ് ചെയ്യുമ്പോൾ മാർക്ക് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49.51 സംതിങ് ആയിട്ട് മാറുന്നു. ഇനിയും എക്സ് സർവീസ് മാനിലേക്ക് എത്തുമ്പോൾ അതേ മാർക്ക് 41.41 സംതിങ് ആയിട്ട് മാറുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ മാർക്ക് 34.422 സംതിങ് ആയിട്ട് മാറുന്നു. അതിന്റെ തന്നെ എക്സ് സർവീസ് മെൻ കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ 31.47938 എന്ന് പറയുന്നൊരു നമ്പറിലേക്ക് മാറുന്നു. എസ് ടിയിലേക്ക് എത്തുമ്പോൾ അത് 25.07% മാറുന്നു. ഒ ബി സിയിലേക്ക് എത്തുമ്പോൾ അത് 39.35 സംതിങ് ആയിട്ട് കുറയുന്നു. ഇനിയും ഒ ബി സി എക്സ് സർവീസ് മാനായിട്ട് മാറുമ്പോൾ 30 സംതിങ് ആയിട്ട് മാറുന്നു. ഇ ഡബ്ല്യു എസിന്റെ മാർക്കിലേക്ക് എത്തുമ്പോൾ അത് 40.15 സംതിങ് ആയിട്ട് മാർക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതും നോർമലൈസേഷൻ ശേഷമുള്ള മാർക്കാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ചെന്നൈയുടെ സ്കോറാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാംഗ്ലൂരു RRBയുടെ സ്കോറാണ്. ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിക്ക് 58 മാർക്കായിട്ട് കട്ട് ഓഫ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും എക്സ് സർവീസ് മാന്റെ മാർക്കിലേക്ക് എത്തുമ്പോൾ 40 ആയിട്ട് മാറുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ 42 ആയിട്ട് മാറുന്നു. അതിൽ തന്നെ എക്സ് സർവീസ് മാന്റേത് 45 ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയും എസ് ടിയുടെ കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ അവിടെ 31 എന്നുള്ള സ്കോറിലേക്ക് എത്തുകയും എക്സ് സർവീസ് മാന്റെ 43 എന്ന കാറ്റഗറിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒ ബി സിയുടേത് 47ഉം എക്സ് സർവീസ് മാന്റേത് 31 ആയിട്ട് കുറയുന്നതായിട്ടും കാണാം. ഇ ഡബ്ല്യു എസിൻ്റെത് 40 മുകളിലേക്ക് ഉയരുന്നതായിട്ടും കാണാൻ കഴിയുന്നു. ഇനിയും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈയുടെ സ്കോറാണ്. മുംബൈക്കും അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറിക്ക് 57 സംതിങ് ആയിട്ട് ഉയരുന്നു. സർവീസ് മാന്റെ 40 ആയിട്ട് കുറയുന്നു. എസ് സിയുടേത് 36 സംതിങ് ആയിട്ട് മാറുന്നു. ഇനിയും എസ് സിയുടെ തന്നെ എക്സ് സർവീസ് മാന്റെ 40 ആയിട്ട് ഉയരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എസ് ടിയുടേത് 30 ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഒ ബി സിയുടേത് 44 സംതിങ് ആയിട്ട് സ്കോർ കാണുന്നു. ഇനി അത് എക്സ് സർവീസ് മാൻ കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ 31.25 എന്ന് പറയുന്ന ശതമാനത്തിലേക്ക് മാറുകയാണ്. ഇ ഡബ്ല്യു എസിന്റെ കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 40.177 എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് മാറുന്നു. അങ്ങനെ ഏതാണ്ട് അത്യാവശ്യം ശരാശരി മാർക്ക് എല്ലായിടത്തും പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെന്നൈയും തിരുവനന്തപുരവും അപേക്ഷിച്ച് ബാംഗ്ലൂരിലും മുംബൈയിലും കുറച്ചും കൂടി സ്കോർ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ബാക്കി സോണുകളുടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാ സോണുകളും മലയാളികൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത സോണുകൾ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബാക്കി സോണുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നതുമായിരിക്കും. ഇനിയും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ് പഠനം എന്ന് പറയുന്നത്. CBT 2 വന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. CBT 1 ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. അതൊരു എലിമിനേഷൻ മാത്രമാണ്. ഈ എലിമിനേഷൻ കടന്ന നിങ്ങൾ ഒരാളും ഇനി പുറത്തു പോകാതെ ജോലി ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എഫർട്ട് ഇടുക എന്നുള്ളതാണ്. RRB ALP CBT 2 തയ്യാറെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായിട്ട് ഏറ്റവും മികച്ച അക്കാഡമിയായ ഏണസ്റ്റ് അക്കാഡമി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. RRBയുടെ കോഴ്സുകൾ, RRBയുടെ CBT 2 കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ 2 മേഖലകളും ബാലൻസ് ചെയ്ത് പഠിച്ചു പോകേണ്ടതുണ്ട്. അതിന് ഏറ്റവും വ്യക്തമായൊരു സ്റ്റഡി പ്ലാനുമായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റഡി ആപ്പായ ബിഗ് ലേണിംഗിൽ
ധാരാളം കണ്ടന്റുകൾ, ഫ്രീ കണ്ടന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകാൻ അത് സഹായിക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതായത് ഓപ്പൺ ക്യൂസസ്, PDF മെറ്റീരിയൽ, ഡെയിലി കറണ്ട് അഫയേഴ്സ്, PYQ ക്വസ്റ്റ്യൻസ്, അങ്ങനെ തുടങ്ങിയ ധാരാളം കണ്ടന്റുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഈ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. മാത്രമല്ല, നമ്മുടെ ഈ ചാനൽ എക്സാമുകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും എക്സാമുകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഏണസ്റ്റ് അക്കാഡമിയെ കൃത്യമായിട്ട് പിന്തുടരുക. മറക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലെ കണ്ടന്റുകൾ ഉപയോഗപ്പെടുത്തി പഠനത്തെ വളരെ പെട്ടെന്ന് എൻഹാൻസ് ചെയ്ത് മുമ്പോട്ട് പോവുക. CBT 2 എന്ന് പറയുന്ന വലിയ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.